മാസപ്പടി വിവാദത്തിൽ കേന്ദ്ര അന്വേഷണത്തിനെതിരെ വീണ വിജയൻ കോടതിയെ സമീപിച്ചു. എന്നോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നല്ലേ? ചോദ്യം ഇതാണ്: ഹർജി അന്വേഷണത്തിനെ ഭയന്നു. അന്വേഷണം ബംഗളൂരു ROC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബംഗളൂരു കൊച്ചി ROC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ROCയുടെ അന്വേഷണം തീരുമാനിച്ചിട്ടുള്ളത്. SFIയുടെ അന്വേഷണം അത് പുറത്താണ്. SFIയുടെ അന്വേഷണം തീരുമാനിച്ചിരിക്കുന്നത് ബംഗളൂരു ROCയുടെ തീരുമാനപ്രകാരം. എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു നിമിഷം. SFIയുടെ അന്വേഷണം എത്തുമ്പോൾ സ്വാഭാവികമായും അതിന് താഴ്ന്ന അന്വേഷണം ഇല്ലാതാവും. അത്രേ ഉള്ളൂ. അല്ലല്ല, അങ്ങനെ സിമ്പിൾ ആക്കല്ലേ അത്. നീ കുറച്ച് കാണല്ലേ നീ കുറച്ച് നാളായിട്ട് നീ കുറച്ച് കണ്ടോണ്ടിരിക്കണേ. എന്റെ ചോദ്യം അവിടെയാണ്. അതായത് ഞാൻ പറയുന്നതിനിടയിൽ തടസ്സപ്പെടുത്തും. അപ്പൊ പിന്നെ എനിക്ക് അതിന് നഷ്ടപ്പെടുന്നു. നോക്കൂ, അസുഖം കളഞ്ഞല്ലോ. കൊച്ചി ബംഗളൂരു ROCയുടെ റിപ്പോർട്ട് 110 തീരുമാനിച്ചു. എന്താ ഇത് കൺവിൻസ് ആവാത്ത? ആദ്യം തലയിലകത്ത് ഒന്ന് തുറന്നു വെക്കിത്. അവൻ പൊട്ടന് വെളിവില്ലാതെ ഓരോന്ന് പറഞ്ഞതാ. ഇനി ഇതാലോചിച്ച് പേടിച്ചിരിക്കണ്ട കേട്ടോ. ഈ വാചകടി കുറച്ച് കൂടുതലായതുകൊണ്ട് നാക്കിന് റെസ്റ്റ് ഇല്ലാത്ത കാരണം പലപ്പോഴും ഇവന് സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല. ഉദ്യോഗസ്ഥരെ, ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ആയിക്കോട്ടെ സാർ, അതിൽ നിയമപരമായി തടസ്സമില്ല. രണ്ട് കൈകളും ശുദ്ധമാണ്, അടിയിൽ കനമില്ല, തലയിൽ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നെ വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. ഞാൻ സർവീസ് നൽകിയില്ല എന്നാണ് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് പറയുന്നതെങ്കിൽ അതിന്റെ തെളിവുകൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ബംഗളൂരു ഹൈക്കോടതിയെ പറയേണ്ടി വരുന്നത്. കൊണ്ട പാരമ്പര്യം എനിക്കുള്ളൂ, അത് താനായിട്ട് തിരുത്തരുത് പ്ലീസ്. ഇങ്ങനെ ചൂടാവാതെ. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യം അന്വേഷണത്തെ ഭയക്കുന്നതാണ്. അന്വേഷണത്തെ ഭയക്കുന്നത് കൊണ്ടല്ല, അന്വേഷണത്തെ ധീരമായി നേരിടുമെന്നുള്ളത് കൊണ്ടാണ്. പോയി പണി നോക്ക്, നിങ്ങൾ പോയി കോടതി ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. കൊലയില്ലാത്ത എന്നോട് കളിക്കാൻ ധൈര്യം. ഇനി രാവണന്റെ വരവാണ്. എനിക്ക് ധൈര്യമുണ്ട്, പറഞ്ഞോട്ടെ. തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്. സർ, ഭയം വേണ്ട, ജാഗ്രത മതി. അപ്പോൾ ഈ SFIO ഭയങ്കര തമാശയായി. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഇത്രയും വാദിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ആർക്കാ ഭയമെന്ന്. ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ വലിയ പ്രശ്നം. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം നല്ല ചേർച്ചയാ, ശത്രുതയില്. അപ്പോൾ ഈ അന്വേഷണത്തെ ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് കർണാടക ഹൈക്കോടതിയിലേക്ക് പോയത്. അതിന് ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും നാട്ടുകാർക്കെല്ലാം മനസ്സിലായി. അപ്പോ ഈ വീണ വിജയൻ കർണാടക കഴിഞ്ഞില്ലേ? ഒന്നുമില്ല പറയാൻ, ഒന്നുമില്ല, ഒരു കാര്യം പറയാനില്ല, ഒരു പോയിന്റ് ഇല്ല. ശരി, എന്റെ 2 മിനിറ്റ് തുടങ്ങുകയാണ്. അന്വേഷ് സാർ പോയിന്റ് എണ്ണിക്കോ. ഈ പൊണ്ടാരം എന്നെ തൊലച്ചടന്നു. ഇവന് ഞാൻ എന്താ ചെയ്യാ? അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ് വീണ വിജയന്റെ എക്സാലോജിക്ക്. വീണ വിജയൻ പറയുന്ന പറയട്ടെ സാർ, ഞാൻ തുടങ്ങുമ്പോഴേ സാർ ഇങ്ങനെ പേടിക്കുന്ന എന്തിനാ? അതായത് വീണ വിജയന് നോട്ടീസ് നൽകാൻ പോവുകയാണ് SFIO. അത് തടയിടുന്നതിന് വേണ്ടിയാണ് കർണാടക ഹൈക്കോടതിയിലേക്ക് ഇന്ന് രാവിലെ ഓടിപ്പോയി ഹർജി കൊടുത്തിരിക്കുന്നത്. ഞാൻ പൂർത്തിയാക്കട്ടെ സാർ, ഞാൻ സാർ പറഞ്ഞപ്പോൾ മിണ്ടിയിട്ടില്ല. ഡിജിറ്റലായി നടന്ന ട്രാൻസാക്ഷൻ സാർ, അത് നിൽക്കട്ടെ സാർ. ഏതാ പറയുന്നത്? വീണ വിജയൻ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയെ കുറിച്ചാണ്. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? പരിശോധനകൾ നടക്കുന്നു. പിടിക്കപ്പെടുമെന്ന് മനസ്സിലായ ഘട്ടത്തിൽ ഒരു ഹർജിയുമായി പോയി എന്നുള്ളത് തന്നെയാണ് ഇതിൽ മലയാളം മനസ്സിലാകുന്ന എല്ലാ മലയാളിക്കും ഇത് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ഞാൻ പോകുന്നു. ബൈ ബൈ.